യഥാർത്ഥ മുസ്ലിം ബാലനും രാമനുമാണ്. കേട്ടോളൂ, അയാൾ പറയട്ടെ. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. കണ്ടോ, മുഹയ്യദ്ദീൻ ശൈഖേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ആള് കാഫിറാണ്. അതേ അവസരത്തിൽ ഒരു ബാലൻ അദ്ദേഹം എന്തു ചെയ്തു? ഒരിക്കൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അയാൾ ഇങ്ങനെ നടന്നു പോവുമായിരുന്നു, കാല് വെച്ചു കുത്തി കല്ലില്, അപ്പൊ മുറിവായി. അപ്പൊ അയാൾ അറിയാതെ ദൈവമേ രക്ഷിക്കണേ എന്നാണ് പറഞ്ഞാൽ അയാൾ യഥാർത്ഥ മുസ്ലിമാണ്. എങ്ങനെയുണ്ട്? ഇതാ മുജാഹിദ് തൗഹീദ്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ചിന്തിക്ക്. ഒരു 1ാം ക്ലാസ്സിൽ മദ്രസയിൽ പോകുന്ന കുട്ടികൾ ഇത് പറയൂ. ഇവരുടെ പ്രാമാണികമായ ഇവരുടെ വിവരം എത്രയുണ്ട് നിങ്ങൾ അളക്കണം. ഇവർ പറയുന്ന മതം ഏതാണ് നമുക്കറിയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഈ ആശയത്തിൽ ജീവിച്ച് മരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് മുജാഹിദാവാം, ഒരു കുഴപ്പമില്ല. ഓന് മുജാഹിദാകാം, ജമാഅത്താകാം, ഖാദിയാനിയാകാം, എല്ലാം ആകാം. പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് മുജാഹിദ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പിന്നെ നിങ്ങൾ മുജാഹിദാകുകയോ ഖാദിയാനിയാകുകയോ എന്താ ചായിക്കോളെ. ഇത് പറയാനാണ് നമ്മുടെ പ്രവർത്തകർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. സഹോദരന്മാരെ, ചിന്തിക്കണം. കഴിഞ്ഞില്ല. മുസ്ലിങ്ങളെ മൊത്തവും മുശ്രിക്കും കാഫിറുമാക്കുന്ന ഈ സമ്പ്രദായം നിങ്ങൾക്കറിയോ? മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. സുന്നി മദ്രസയിലേക്ക് സുന്നി കുട്ടികൾ പഠിക്കുന്ന മദ്രസയിലേക്ക് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കാൻ പാടില്ല. അങ്ങനെ സുന്നി ഉസ്താദുമാരുടെ അരികിലേക്ക് വല്ല ആളുകളും ഉസ്താദുമാരുടെ അരികിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചാൽ ആ കുട്ടികളുടെ കഴുത്ത് ഞെരണ്ടി അവരെ കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത്. എങ്ങനെയുണ്ട്? സുന്നി മദ്രസയിലേക്ക് പോകുന്ന ചെറിയ പിഞ്ചു പൈതങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലണം. മൂസാ നബിയോടൊപ്പം ഖിളിർ നബിയെ പോയപ്പോ ഖിളിർ നബി ചെയ്ത ഒരു പരിപാടി ഉണ്ടല്ലോ, ഇതുപോലെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം. അതാണ് നിങ്ങൾ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. അതായിരിക്കും. കേട്ടോളൂ, ഞാൻ പറയുന്നില്ല, അയാൾ തന്നെ പറയട്ടെ. ഇത് ഏതാ മതം നിങ്ങൾ ചിന്തിക്കണം. വെച്ചുകൊടുക്ക്. ഒരു മുസ്ലിയാർ ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസയിലെ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ 3rd റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഖിളിർ നബി അലൈഹിസ്സലാം കഴുത്ത് മുരണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. കണ്ടോ, പണ്ഡിത ലോകത്ത് അറിയപ്പെടുന്ന ഈ ഉലമാക്കളൊക്കെ അത്ര വൃത്തികെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ അരികിലേക്ക് പഠിക്കാൻ പോകുന്ന സുന്നി കുട്ടികളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലണം. ഇതേതാ തൗഹീദ്? നമുക്ക് തിരിയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ കുട്ടികളെ കഴുത്ത് ഞെരിച്ച് കൊല്ലണമെന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ഈ ഭീകരവാദിയെ ഈ രാജ്യത്തുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ആളുകൾ അവർ ചെയ്യട്ടെ, അവർ തീരുമാനിക്കട്ടെ ഇയാളെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന്. ഞാൻ പറയുന്നത്, ഇവർ പറയുന്നത് ഇസ്ലാം ദീനാണോ? ഇതേതാണ് മതം നമുക്കറിയുന്നില്ല. സഹോദരന്മാരെ, ഇതാ ഞാൻ പറയുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സേവനം എന്താ? മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കുന്നു എന്നതാണ്. മുജാഹിദ് സാധാരണ പറയാറുണ്ട്, കേരളത്തിൽ ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ നവോത്ഥാനം ഉണ്ടായത്, മാറ്റങ്ങൾ ഉണ്ടായത്, പുരോഗതികൾ ഉണ്ടായത്, റോഡുണ്ടായത്, പാലമുണ്ടായത്, എയർപോർട്ട് ഉണ്ടായത് എന്നൊക്കെ മുജാഹിദ് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വലിയ മൗലവി പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചത് എന്നറിയോ? കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വന്നതിന് ശേഷമാണ് ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അടിവസ്ത്രം ധരിക്കാൻ തുടങ്ങിയത്. അടിവസ്ത്രം എന്ന് പറഞ്ഞാൽ ഷെഡിടാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, മുജാഹിദ് കേരളത്തിൽ വന്നപ്പോഴേക്ക് ഇവിടെ ഷെഡിടാൻ നിർബന്ധിതരായെങ്കിൽ ഞങ്ങളിപ്പോ അതിൽ കുറ്റപ്പെടുത്തുന്നില്ല, അത് നിങ്ങളെ നേട്ടം തന്നെ ആയിക്കോട്ടെ. പക്ഷെ മുജാഹിദ് ചെയ്ത സേവനം അതൊന്നുമല്ല. മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കി എന്നതാണ്. മുജാഹിദുകൾ മൈക്ക് കെട്ടിയാ പറയും, ഞങ്ങൾ അവിടെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഞങ്ങൾ ചെയ്യാത്ത സേവനങ്ങളില്ല. ഒരു മൗലവി ആക്രോശിക്കുന്നത് ഞാൻ പറയുന്നില്ല, അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തരാം. അയാൾ പറയുന്നു, ഞങ്ങൾ കൈവെക്കാത്ത സ്ഥലങ്ങളില്ല, എല്ലായിടത്തും ഞങ്ങൾ കൈവച്ചിട്ടുണ്ട്. ആ കൈവച്ച സ്ഥലങ്ങൾ ഏതൊക്കെ? മൂപ്പരെന്നെ പറയട്ടെ, ഞാൻ പറയുന്നില്ല. വെച്ചുകൊടുക്കേ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം, മുജാഹിദ് പ്രസ്ഥാനം
ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു. മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? ഓഹോ, അറിയും. നിങ്ങൾ കൈവച്ചത് ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ കൈവെക്കാത്ത സ്ഥലമില്ല എന്നാ പറഞ്ഞത്. ഒന്നുകൂടി വെച്ചു കൊടുത്തത്, ഞങ്ങൾ കൈവെക്കാത്ത സ്ഥലമില്ല. അത് കേട്ടോളി. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അറിയുമോ നിങ്ങൾക്ക്? അവർക്ക് അടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. അറിയോ നിങ്ങൾക്ക്? അതോ, അപ്പോ ഒരു കൈവച്ച സ്ഥലമാണ് അവിടെ. അങ്ങനെയാണ് അത് അടിപ്പിച്ചത്. ഇത് അവരുടെ പുരോഗതി. ഇന്ന ഇവരുടെ പുരോഗതി അതൊന്നുമല്ല. ഇവർ ചെയ്ത നേട്ടം അതല്ല. മുസ്ലിങ്ങൾ കാഫറുകളും മുശ്രിക്കുകളുമാക്കി എന്നതാണ്. നിങ്ങൾ നോക്ക്, ഇയാൾ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു സ്ഥലത്ത് മുജാഹിദ് മൗലവി വന്ന് പ്രസംഗിക്കുകയാണെങ്കിൽ അവിടെ എല്ലാവരും കൂടി ഉസ്താദിനെ കല്ലെറിയും. മുജാഹിദ് മൗലവിയെ കല്ലെറിയും. ഇയാൾ പറയാണ്, ഞാൻ ഉള്ളത് പറയല്ല, അയാൾ പറഞ്ഞത് പറയാണ്. അതേ അവസരത്തിൽ പേരോട് വന്ന് പ്രസംഗിച്ചാൽ അയാളെ ജനങ്ങൾ തോളിലേറ്റി അങ്ങനെ കൊണ്ടുപോകും. അവരൊക്കെ കാഫറുകളാകുന്നു. കേട്ടോളൂ, അയാൾ പറയട്ടെ. ഒരു മുജാഹിദ് പ്രവർത്തകൻ വന്നിട്ട് അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ പ്രസംഗിച്ച പോലെ കല്ലെറിയും. പേരോട് വന്ന് പ്രസംഗിച്ചാലോ ഉസ്താദിനെ തോളിങ്ങനെ ഏറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. അല്ല പറയാ, ഒരു പരലോകത്തിൽ വിശ്വാസമില്ലാത്ത കാഫറുകളാണ്. അതല്ലേ, അപ്പോഴൊക്കെ അല്ല പറഞ്ഞു കഴിഞ്ഞു. പേരോടിനെ തോളിലേറ്റി കൊണ്ടുപോകുമ്പോഴേക്ക് അല്ല പറഞ്ഞു പോലെ കാഫറുകളാകുന്നു. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾക്കറിയോ ഇവർ എത്രത്തോളം പറഞ്ഞു എന്ന് ചോദിച്ചാൽ, മുജാഹിദ് മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. നിങ്ങൾ നിരീശ്വരവാദിയായാലും, നിരീശ്വരവാദി പറഞ്ഞാൽ അള്ളാഹു ഇല്ല എന്ന് പറയുന്ന വർഗം, ആ വിഭാഗത്തിൽ പെട്ടുപോയാലും ശരി, നിങ്ങളാരും സുന്നിയാകരുത്. നിങ്ങൾ നിരീശ്വരവാദിയായാലും ഏതാകരുത്? സുന്നിയാകരുത്. കാരണം നിരീശ്വരവാദിയായാല് അള്ളാഹു ഇല്ല എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടുപോയ ഒരു കുറ്റമുള്ള ഉത്തരം കിട്ടുക, മൂപ്പര വിശ്വാസ. പിന്നെ സുന്നിയായ 2 കുറ്റം കിട്ടും. കേട്ടോളൂ, അയാൾ തന്നെ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. അള്ളാഹുൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. അപ്പൊ കണ്ടോ, APK സുന്നി എല്ലാ 2 ഗ്രൂപ്പും പെട്ടു. ഇനി ഒരു ഗ്രൂപ്പിന്റെ പേരിൽ ആരും മാറിക്കൊന്നും വേണ്ട. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരുടെ അടുത്തേക്ക് വന്നോളി, ഇനി ദൂരെ നിൽക്കൊന്നും വേണ്ട. എല്ലാ സുന്നികളും ഇവർക്ക് കണക്കാ. എല്ലാവരും കാഫറാണ്, മുശ്രിക്കാണ്. ആരും അതിലേറെ നല്ലത് നിരീശ്വരവാദിയാകലാകുന്നു എന്നാ മുജാഹിദ് മൗലവി പറഞ്ഞത്. പിന്നെ നമ്മൾ എന്തിനാ APK എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരു കാര്യമില്ല. ഈ വിഷയത്തിൽ വഹാബീസത്തിന്റെ അടിക്കല്ല് അടിച്ചു പൊളിച്ച് നിരപ്പാക്കേണ്ടുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. പറയട്ടെ അയാൾ. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. കണ്ടോളികൾ, 2ഉം കൂടി അനുഭവിക്കാനുള്ള ഗുണമാണ് സുന്നിയായാൽ കിട്ടുക. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടി ശിക്ഷയാണ് സുന്നിയായാൽ കിട്ടുക. നിരീശ്വരവാദിയായാൽ അത്ര കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ നിരീശ്വരവാദി ആയിക്കോളി, അതിന് സാധ്യത ഉണ്ട്. പക്ഷേ എന്താകാൻ പറ്റൂല? സുന്നിയാവാൻ പറ്റൂല. ഇതാ മുജാഹിദ് മതം. ഈ മതത്തിൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടോ? അവർക്ക് മുജാഹിദാവാം, ഖാദിയാനിയാവാം. അവർക്ക് അങ്ങനെ ജീവിച്ച് ചരമഗീതം എഴുതപ്പെടാൻ ഒരു കുഴപ്പമില്ല. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം, നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് പറഞ്ഞ ഈ മനുഷ്യനെ കൊണ്ട് അല്ലാഹു തആല തന്നെ പറയിപ്പിച്ചു. എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുന്നിയായിരുന്നു. എങ്ങനെയുണ്ട്? നബി തങ്ങള് സുന്നിയായിരുന്നു. കേട്ടോളൂ, അയാളെന്നെ പറയട്ടെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ അഭിപ്രായക്കാരനാണ്. ഞങ്ങൾ എല്ലാവരും അഭിപ്രായക്കാരാണ്. അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ സുന്നിയായത്. സഹോദരന്മാരെ, ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കറാമത്ത്. ഇവരെ കൊണ്ട് തന്നെ അള്ളാഹു അത് പറയിപ്പിക്കും. ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫറുമാക്കുന്ന പരിപാടി. നിങ്ങൾക്കറിയോ മുജാഹിദ് എത്രത്തോളം സുന്നി ആശയത്തെ പരിഹസിക്കുന്നു? നിങ്ങൾക്കറിയോ നമ്മൾ സുന്നി ആവരുത് എന്ന് പറഞ്ഞ ഈ മൗലവി പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. എന്താണെന്ന് അറിയോ? അയാൾ പറയാണ്, ഒരു സ്ഥലത്ത് നിങ്ങൾ കൂട്ടുപ്രാർത്ഥന നടത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഖുനൂത്ത് സുബ്ഹിക്ക് നിർവഹിക്കുകയാണെങ്കിൽ, ആ ഖുനൂത്തും കൂട്ടുപ്രാർത്ഥനയും നടത്തുന്നതിലേറെ പിശാചിന് ഇഷ്ടപ്പെട്ടത്, വ്യഭിചാരം നടത്തുന്നതിലേറെ
പിശാചിന് ഇഷ്ടപ്പെട്ടത് കുനൂത്തും കൂട്ടുപ്രാർത്ഥനയും ഒക്കെ നടത്തലാകുന്നു. അതായത് നിങ്ങൾ ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്നതേറെ നല്ലതേതാ? വ്യഭിചരിക്കലാണ്. എന്നാലും വേണ്ടില്ല കൂട്ടുപ്രാർത്ഥന നടത്തരുതേ. മുജാഹിദ് മതാണിത്. കേട്ടോളൂ, അയാൾ തന്നെ പറയുന്നത് എന്റെ വകയല്ല, അയാൾ പറയട്ടെ. ഒരു തിന്മ ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ, ഒരാൾ മദ്യപിക്കുന്നതിനേക്കാൾ, ഒരാൾ പലിശ കൊടുക്കുന്നതിനേക്കാൾ, ഒരാള് ഈ നിലക്ക് അധർമ്മം പ്രവർത്തിക്കുന്നതിനേക്കാൾ, അളവിലും ദുഃഖത്തിലും കൃത്രിമം പ്രവർത്തിക്കുന്നതിനേക്കാൾ പിശാചിന് ഏറ്റവും ഇഷ്ടം നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്. സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് നോക്കിക്കളി. ഈ മൊയന്തിന് അറിയോ ഇത് എപ്പോഴാ ഓതലെന്ന്? അത് വരെ അറിയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒന്നുകൂടി വെച്ചു കൊടുത്താൽ സുബഹിക്ക് ശേഷമുള്ള കുനൂത്ത് എന്താ? സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്, നമസ്കാരത്തിന് ശേഷമുള്ള കൂട്ടുപ്രാർത്ഥനയാകുന്ന ബിദ്അത്ത്, സുബഹിക്ക് ശേഷമുള്ള കുനൂത്താകുന്ന ബിദ്അത്ത്. ഒരാൾ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ തിന്മ. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞവൻ KNM-ന്റെ പ്രസിഡന്റ് അല്ല, സെക്രട്ടറി അല്ല. സമൂഹമേ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരാൾ വ്യഭിചരിക്കുന്നത് കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ, മറുഭാഗത്തൊരാൾ നമസ്കാരാനന്തര കൂട്ടുപ്രാർത്ഥന കണ്ടാൽ പിശാച് ഏറെ സന്തോഷിക്കുക. വ്യഭിചരിക്കുന്ന പ്രവൃത്തിയല്ല ഈ കൂട്ടുപ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാരെ കൊണ്ട്. കണ്ടോ 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 എന്താ പറഞ്ഞത്? ഒരാൾ ഒരു പള്ളിയിൽ വെച്ച് കൂട്ടമായി പ്രാർത്ഥിക്കുകയാണ്. ഉദാഹരണം പറയാം, ഒരു മുജാഹിദ് പള്ളിയാണ്. നമ്മുടെ ഒരു പഴയ ഒരു മുസ്ലിയാർ, അയാൾ യാത്ര പോവുകയാണ്. വഴിക്ക് ളുഹ്ർ നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ കയറിയപ്പോ അദ്ദേഹം കൂടെയുള്ള ആളും, അയാൾക്ക് മുജാഹിദ് പള്ളി ഏതാ ജമാഅത്ത് പള്ളി ഒന്നും മുമ്പ് ശ്രദ്ധിച്ചില്ല. നിസ്കരിക്കാൻ സമയമായപ്പോ ഒന്ന് കയറി അവിടെ നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കരിച്ച് അയാൾ നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നിർവഹിക്കുകയാണ്. ഒപ്പമുള്ള ആളുകൾ ആമീൻ എന്ന് പറയുന്നു. എന്താ ദുആരിക്കണത്? അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ റബ്ബേ, ഞങ്ങളെ നന്നാക്കണേ റബ്ബേ എന്നാ ദുആരിക്കണത്. അപ്പൊ മറ്റുള്ളവർ ആമീൻ, ഈ ദുആക്ക് നീ ഇജാബത്ത് നൽകണേ റബ്ബേ എന്നാ മറ്റുള്ളവർ പറയുന്നത്. ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് മുജാഹിദ് പള്ളിയാണല്ലോ, അപ്പൊ അപ്പുറത്ത് സ്ത്രീകളുണ്ട്, സ്വാഭാവികമാണ്. സ്ത്രീകളുണ്ട്, അപ്പുറത്ത് ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി അപ്പുറത്ത് ഇങ്ങനെ വ്യഭിചരിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് ഒരു ISM-കാരൻ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വന്നു നോക്കിയപ്പോൾ കാണുന്ന രംഗം, പടച്ചോനെ എന്തപ്പോ ഞാൻ ഈ കാണുന്നത്? അപ്പുറത്ത് ഒരു സ്ത്രീയും, മുജാഹിദ് പള്ളിയാകുമ്പോൾ സംശയം വേണ്ട, ആ സ്ത്രീകളൊക്കെ വരുമല്ലോ. അപ്പോ അവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും കൂടി, ചെറുപ്പക്കാരനും കൂടി വ്യഭിചരിക്കുന്നു. ഇപ്പുറത്ത് നോക്കുമ്പോൾ ഒരു മുസ്ലിയാര് കൂട്ടപ്രാർത്ഥന നടത്തുന്നു, മറ്റുള്ളവർ ആമീൻ പറയുന്നു. ഞാനിപ്പോ ഇതിൽ ഏതാ എതിർക്കേണ്ടത്? അയാൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് ഈ മൗലവിയുടെ പ്രസംഗം അയാൾക്ക് കേട്ടത്. അപ്പൊ അയാൾ ചിന്തിച്ചു, ഇതിൽ ഏറ്റവും ഗൗരവമുള്ളത് ഈ വ്യഭിചാരല്ല, ഓല അവിടെ നടത്തിക്കോട്ടെ, അത് കൃത്യമായിട്ട് അവിടെ നടക്കാം, അത് മുടക്കണ്ട, അത് അവിടെ നടക്കട്ടെ. അതേ അവസരത്തിൽ ഈ മുസ്ലിയാർ ചെയ്യണ ഈ കൂട്ടപ്രാർത്ഥന ഉണ്ടല്ലോ, ഇതാണ് ഇപ്പൊ തടയേണ്ടത് എന്ന് ഒരു ISM-കാരൻ, ഒരു മുജാഹിദ് ചെറുപ്പക്കാരൻ ചിന്തിച്ചെങ്കിൽ ഓനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ സഹോദരന്മാരെ? നാം ചിന്തിക്കണം. ഈ ജാഹിലുകളായ മൗലവിമാരല്ലേ അതിന് ഉത്തരവാദികൾ? നിങ്ങൾ ചിന്തിക്കണം, ഇവർ ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് എന്ന കാര്യം നിങ്ങൾ ചിന്തിക്കണം. മുസ്ലിമീങ്ങളെ മൊത്തവും മുശ്രിക്കും കാഫിറുമാക്കി മുദ്ര കുത്തുക. പഴയ കാലത്തൊക്കെ മൗലിദ് ഓതുക, അതുപോലെ റസൂലുള്ളാഹിനെ വിളിക്കുക, അങ്ങനൊക്കെ ചെയ്താലാ കാഫിറാകുന്നത്. ഇപ്പൊ മുജാഹിദ് കുറച്ചുകൂടി ഉയർന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാഫിറാവാൻ അങ്ങനൊന്നും വേണ്ട. എന്താന്നറിയും, ഒരു മൗലവി ഞാൻ പറഞ്ഞത് കേൾക്കുക. എന്താ? ഇസ്ലാമിന്ന് പുറത്തു പോകാനുള്ള ഒരു കുറുക്ക് വഴി മൂപ്പര് പറയാണ് കാഫിറാക്കാൻ. നിസ്കാര ശേഷം നമ്മൾ തസ്ബീഹ് ചൊല്ലേണ്ടത് എത്ര തവണ? 33 തവണയാണ്, അല്ലേ? അത് ഒരാൾ 99 തവണ ചൊല്ലിയാൽ എന്താ ഉണ്ടാകുക? ഒന്നുമില്ല, ഓന്റെ കഥ കഴിഞ്ഞു. അതായത് ഇസ്ലാമിന്ന് പുറത്തു പോയി ഇതാ പറയുന്നത്. നിസ്കാര ശേഷം ഒരാൾ 33 തവണ ദിക്ർ സുബ്ഹാനല്ലാഹ് ചൊല്ലണം. അതാണ് അഫ്ളൽ, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരാൾ എന്ത് ചെയ്തു? 99 തവണ അങ്ങോട്ട് ചൊല്ലിയാല് അയാൾ ഇസ്ലാമിന്ന് പുറത്തു പോകുന്നു. ഞാൻ പറയല്ല, മൗലവി പറയുന്നത് കേട്ടോളൂ, വെച്ചു കൊടുക്ക്. ഒരാൾ ലോറി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ഇത് 33 വട്ടമാണ്. എല്ലാവർക്കും അറിയാം. ലോകത്തൊരു മുസ്ലിമിന് എതിരെ അഭിപ്രായമില്ല. ഒരാള് നമ്മളോട് ചോദിക്കണേ, ഇക്കാക്ക സുബ്ഹാനല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താ? ഓ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ആണോ? ആ, അതെ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് നല്ലതാണോ? ആ, നല്ലതാണ്. എന്നാലേ ഞാൻ എല്ലാ ഫർള് നിസ്കാരത്തിനും 99 വട്ടം ചൊല്ലു ഓരോ ദിക്റും എന്ന് അയാൾ തീരുമാനിച്ചാലോ അവസ്ഥ കഥ കഴിഞ്ഞു. അയാളെ കഥ കഴിഞ്ഞു. ഞാൻ കഥ കഴിക്കുന്നല്ല, അയാളെ കഥ കഴിഞ്ഞു. ഇസ്ലാമെന്ന് പുറത്തുപോയി. 99 തവണ ചെല്ലിയാൽ ആള് കഥ കഴിഞ്ഞ് ഇസ്ലാമെന്ന് പുറത്തുപോയി. ഇതേതാ മതം എന്ന് നമുക്കറിയണില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാഫിറാകാൻ ആകപ്പോ അത്രേ പണിയുള്ളൂ. ഏത് ഖുർആനിലാണ് ഇതുള്ളത് നമുക്കറിയില്ല, ഏത് ഹദീസിലാണുള്ളത്.
നമ്മളെ ഇമാമുകളെ കിതാബൊക്കെ പാള കിതാബാണ്, തോട്ടുകെറിയണമെന്ന് പറഞ്ഞ മൗലവിമാര് ഖുർആനിലെ 6000-ൽ ചില്ലാനം വരുന്ന ആയത്തുകളിൽ ഏതായത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. എന്തൊരു കഷ്ടാണ്. വേറൊരു മൗലവി പറയുന്നത് ഞാൻ കേൾവിച്ച മൂപ്പര് പറഞ്ഞ ഇസ്ലാം നിന്ന് പുറത്തു പോകും, അതിനെന്താ പരിപാടി അറിയോ? ഇതൊന്നുമല്ല. പിന്നെ ആള് മൊട്ടയടിച്ചാൽ ആള് കാഫിറാകുന്ന മൂപ്പര് പറഞ്ഞത്. മൊട്ടയടിച്ചാൽ ആള് കാഫിറാണ്, ഇസ്ലാം നിന്ന് പുറത്തു പോകും. എങ്ങനെയുണ്ട്? നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ. ഇസ്ലാം പറയുന്നത് എന്താ? നമുക്കറിയാലോ, നമുക്കൊരു കുഞ്ഞ് ജനിച്ച് 7 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? തല മൊട്ടയടിക്കണം, അത് സുന്നത്താണ് എന്നാ ഇസ്ലാം പറയണത്. ഇവര് പറയാ തല മുണ്ടനം ചെയ്ത ആള് കാഫിറാകുന്നു. എങ്ങനെയുണ്ട്? നമ്മുടെ നാട്ടിൽ ബാർബർ തൊഴിലാളികൾ എത്രയുണ്ട്? അവരൊക്കെ ഇസ്ലാമിൽ നിന്ന് കാഫിറാകണ ഈ കുഫ്രിയത്ത് ചെയ്യുന്നവരാണോ? എന്താണ് ഇവർ ഈ പറയുന്നത്? അത് അഹ്ലി കിതാബികളെ ജൂതന്മാരെ നസാറാക്കളെ പരിപാടിയാകുന്നു. കേട്ടോളൂ, അയാളെന്നെ പറയട്ടെ. അല്ല, പ്രസംഗം ഞാൻ കേൾപ്പിക്കും. മുജാഹിദിന്റെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന മൗലവിയാണ് പ്രസംഗിക്കുന്നത്. അയാൾ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അയാൾ പറയുന്നത് മൊട്ടയടിച്ചാൽ ആള് കാഫിറാകുന്ന. അപ്പൊ ഞാൻ സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിക്കണം. ചില മൗലവിമാരെ ഞാൻ കാണിക്കും. ഈ പറഞ്ഞ മൗലവിമാര് തെളിഞ്ഞവിടെ വരുന്നുണ്ടാവും. അതും നിങ്ങൾ കണ്ടോളി, വെച്ചുകൊടുക്ക്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അത് അഹ്ലി കിതാബിന്റെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. അത് അഹ്ലി കിതാബിന്റെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. കണ്ടോ? കുഫ്രിയത്താന്ന് പറയാൻ. എന്നിട്ട് മറ്റേ നമ്മൾ ഇതുവരെയും പറഞ്ഞ ബാലുശ്ശേരി മൗലവി ഉണ്ടല്ലോ, മൂപ്പരാണ്. കണ്ടോ നിങ്ങൾ, ഗൾഫ് പോയപ്പോ തല മൊട്ട അടിച്ച് നല്ല സൂപ്പിക്കുട്ടിയായി തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ താടി കെടുത്ത് തെറിച്ച് വീഴാതിരിക്കുമാറാവട്ടെ. കണ്ടോ? വേറെ 2 മുട്ടകൾ കണ്ടോ? അതാരാ? അത് മുജാഹിദിന്റെ വലിയ നേതാവ് ഖുർആൻ പരിഭാഷകൻ മുഹമ്മദ് അമാനി മൗലവി, അതുപോലെ PK മൂസ മൗലവി പുളിക്കൽ. 2 മുട്ടകളാണ് ആ കാണുന്നത്. സയാമീസ് ഇരട്ടകളെ പോലെ 2 മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയ രംഗമാണ് നമ്മൾ കാണുന്നത്. സംഗതി എന്താ? ഇയാള് പറയുന്നു നമ്മളെ നേതാക്കളൊക്കെ നേതാക്കൾ തന്നെ, പക്ഷെ ആള് കാഫിറാണ്, കുഫ്രിയത്താണ്. കാരണം മൊട്ടയടിക്കൽ കുഫ്രിയത്താണ്. ഞാൻ പറയണ്ട, മൂപ്പര് പറയട്ടെ. തല മൊട്ടടിക്കൽ കുഫ്രിയത്താ. കണ്ടോ? അത് അഹ്ലി കിതാബിന്റെ സ്വഭാവമാണെന്നാ നബി പറഞ്ഞത്. പറഞ്ഞു കൊടുക്ക്, കാഫിറാണ് എന്നാ പറഞ്ഞത്. നോക്കിക്കൾ, ഇതാ മുജാഹിദ് പ്രസ്ഥാനം. ഞാൻ അങ്ങനെ നേരം വെളുക്കോളം പറയാനും പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് അധികം അനുമതി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. സഹോദരന്മാരെ, ഇങ്ങനെ മുസ്ലിമീങ്ങളെ കാഫിറും മുശ്രിക്കുമാക്കുന്ന പരിപാടി നാം ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമ്മൾ മുശ്രിക്കും കാഫിറുമാകുന്നത് എന്നറിയോ? മുജാഹിദുകൾ സാധാരണ പറയാറുള്ളത്, നമ്മൾ നിസ്കരിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ നോമ്പനുഷ്ഠിക്കാത്തത് കൊണ്ടല്ല, സകാത്ത് കൊടുക്കാത്തത് കൊണ്ടല്ല, പിന്നെന്താ? നമ്മൾ അതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. നമുക്കറിയാം, ഗൗസുൽ ആലം ശൈഖ് ജീലാനിയെ വിളിക്കുന്നു, യാ ഗൗസു യാ മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഇങ്ങനെ വിളിച്ചാൽ മുജാഹിദിന്റെ ഭാഷയിൽ എന്താണെന്ന് അറിയോ നിങ്ങൾ? ഇങ്ങനെ ഒരു തവണ വിളിച്ചാൽ 4 തവണ കാഫിറാകും എന്നാ. അപ്പൊ ഒരു കുത്തുബിയത്തിന് വിളിക്കൽ എത്ര? 1000 തവണയാണ്. അപ്പൊ 1000 × 4 = 4000 തവണ കാഫിറാകും ഒരു കുത്തുബിയത്ത് ചൊല്ലുമ്പോഴേക്ക് തന്നെ. ഒരു കുത്തുബിയത്ത് ചൊല്ലിയോ മാത്രല്ല, അതിൽ പങ്കെടുത്തോം കാഫിർ 4000 വട്ടായി. പിന്നെ അതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തോനും കാഫിർ, അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തോനും കാഫിർ. 4000 തവണ ഒറ്റ കുത്തുബിയത്ത്. അപ്പൊ എല്ലാ മാസത്തിലും കുത്തുബിയത്ത് ചെല്ലുന്നവരോ? പടച്ചോനെ, ഓലൊക്കെ കാഫിർ. മുജാഹിദിന്റെ കയ്യിലുള്ള കാൽക്കുലേറ്ററിൽ കൊള്ളൂല, അതിനകത്ത് തവണ കാഫിറായിട്ടുണ്ടാവും. നോക്കിങ്ങൾ, എന്താ കാരണം? ആരംഭ റസൂലിനെ നമ്മൾ വിളിക്കുന്നു, മഹാത്മാക്കളെ വിളിച്ച് സഹായം ചോദിക്കുന്നു. ഇതാണ് ഇതിന് കാരണം എന്നാ. ഞാൻ എന്റെ പ്രമാണങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ ചെയ്യുന്നത് കൊണ്ട് ആള് മുശ്രിക്കാകും, കാഫിറാകും എന്നതിന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടില്ല. ഇല്ല, ഒരൊറ്റ ആയത്തിലും ആരംഭ റസൂലിനെ വിളിച്ച് സഹായം തേടാൻ പാടില്ല എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല. ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പിന്നെയോ അള്ളാഹുവിന്റെ ഖുർആൻ മുജാഹിദുകൾ ഓതി ദുർവ്യാഖ്യാനിക്കുകയാണ്. നമുക്കറിയാം, മുജാഹിദ് സാധാരണ പറയും
വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അല്ലാഹുവിനോട് കൂടെ മറ്റൊരാളെയും നിങ്ങൾ ദുആ ചെയ്യരുതേ. അതുപോലെ തന്നെ ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. അല്ലാഹുവിനോട് കൂടെ മറ്റൊരു വസ്തുവിനെയും ഞാൻ പങ്കു ചേർക്കൂല, അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഇങ്ങനെയുള്ള ആയത്തുകൾ, ഈ ആയത്തുകളൊക്കെ നമുക്കറിയാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന്റെ ശരിയായ വ്യാഖ്യാനം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ ഐ ഫലാ തഅബുദു. അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എടുക്കരുത്, ആരാധിക്കരുത്. അല്ലാഹു അല്ലാത്തവർക്ക് ആരാധിക്കാൻ പാടില്ല. ഈ വിഷയത്തിൽ ഏത് സുന്നിക്കാ തർക്കമുള്ളത്? ഞങ്ങൾ എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നു, അല്ലാഹുവിന് മാത്രമേ ആരാധിക്കാവൂ, അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യാനേ പാടില്ല. ഉറപ്പാണ്. അത് തന്നെയാണ് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. ഐ അഅ്ബുദു റബ്ബി. റബ്ബിന് ഇബാദത്ത് എടുക്കൽ അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ ആയത്തുകളുടെയും മുജാഹിദ് ദുർവ്യാഖ്യാനിക്കുന്ന ആയത്തുകളുടെ ഒക്കെ യഥാർത്ഥം അതാണ്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് മുജാഹിദുകൾ ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്നത്. ഈ ആയത്ത് ഓതിയിട്ട് നമ്മളെ മുശ്രിക്കും കാഫിറുമാക്കാൻ വേണ്ടി കുൽസിത ശ്രമങ്ങൾ നടത്തുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഓതുമ്പോ എന്താണ് സ്വീകരിക്കേണ്ട നിലപാട്? മുജാഹിദുകളുടെ നേതാവ് സക്കരിയ സലാഹി തന്നെ പറയുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. അയാൾ പറയുന്നത് എന്താണ്? ഒരായത്തങ്ങ് ഓതിയാൽ പോരാ. നമ്മളോടല്ല പറയുന്നത്, മടവൂർ ഗ്രൂപ്പിന് മറുപടിയായിട്ട് പറയാണ്. അപ്പൊ അയാൾ പറയാണ് ഒരായത്ത് ഓതിയാ പോരാ. ഒരായത്ത് ഓതുമ്പോ കഴിഞ്ഞ 13-14 നൂറ്റാണ്ട് കാലം ഈ ആയത്തിനെ ഖുർആൻ മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ, ഫുഖഹാക്കൾ 14 നൂറ്റാണ്ട് കാലം എന്താണ്, ഏത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നോക്കണം. എന്നിട്ടാണ് ആയത്തിന് അർത്ഥം വെക്കേണ്ടത്. ആരാ പറയുന്നത്? മുജാഹിദ് നേതാവ്. കേട്ടോളൂ അയാൾ പറയുന്നത്. ഇപ്പൊ ചില ആളുകൾ പറയുന്നത് ഖുർആനിനെതിരല്ലേ, ഈ ഖുർആനിനെതിരാണെന്ന് അഹ്ലുസ് സുന്നത്തിലെ പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലായില്ല. 13 നൂറ്റാണ്ട് കഴിഞ്ഞു പോയ ഈ സമുദായത്തിലെ ഇമാമുകൾക്കോ മുഹദ്ദിസുകൾക്കോ ഫുഖഹാക്കൾക്കോ ഒന്നും ഖുർആനിനെതിരെ മനസ്സിലായത്. ഇവർക്ക് മാത്രമേ 4 മുർച്ചുത്തികൾക്ക് ഖുർആൻ മനസ്സിലായത്. അതന്നെ ഞങ്ങൾ ചോദിക്കണേ, നിങ്ങൾ 4 മുർച്ചുത്തികൾക്ക് മാത്രമാണോ ഖുർആൻ മനസ്സിലായത്? ഞങ്ങൾ ചോദിക്കണത് ചോദ്യമാണത്. കാരണം കഴിഞ്ഞു പോയ മുഹദ്ദിസുകൾ, മുഫസ്സിറുകൾ, ഫുഖഹാ അവരൊക്കെ 13 നൂറ്റാണ്ട് കാലം ജീവിച്ച ഏതെങ്കിലും ഒരു മഹാത്മാവ് പറഞ്ഞോ വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ എന്ന ആയത്തിന്റെ അർത്ഥം റസൂലുള്ളാഹി തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. ഏത് മുഫസ്സിറാ പറഞ്ഞത്? 13 നൂറ്റാണ്ട് കാലം ജീവിച്ച ഒരൊറ്റ മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. പറഞ്ഞോ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇതിന്റെ അർത്ഥം റസൂലുള്ളാഹിനെ വിളിക്കാൻ പാടില്ല, മുഹയ്യിദ്ദീൻ ശൈഖിനെ വിളിക്കാൻ പാടില്ല, ബദരീങ്ങളെ വിളിക്കാൻ പാടില്ല എന്നാണെന്ന്? പറഞ്ഞിട്ടില്ല. ഒരൊറ്റ ആളും പറഞ്ഞിട്ടില്ല. ഞാൻ പറയല്ല, നിങ്ങൾ ചിന്തിക്കണം. 13 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം, ആ പാരമ്പര്യം പരതരമെന്ന് സക്കരിയ സലാഹി തന്നെ പറയുന്നു. കഴിഞ്ഞില്ല. അയാൾ എന്നാ പറയുന്നത് കേട്ടോളൂ. അഹ്ലുസ് സുന്നത്തിന്റെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടേതോ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നതാണ്. അഹ്ലുസ് സുന്നത്തിന്റെ ഉലമാക്കൾ കഴിഞ്ഞ 13-14 നൂറ്റാണ്ട് കാലം അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ അവർ സ്വീകരിച്ച നിലപാട് എന്താണ്? അതിൽ ഉറച്ചു നിൽക്കാൻ കേരളത്തിലെ മുജാഹിദുകളിലെ ഇരു ഗ്രൂപ്പുകളോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. തയ്യാറുണ്ടോ? നിങ്ങൾക്ക് കഴിയുമോ? കഴിയില്ല. ഇത് സക്കരിയ സലാഹിയുടെ ചോദ്യം, എന്റെ ചോദ്യമല്ല. ഞങ്ങളും പറയുന്നത് അവർ പറയുന്നതാ. ഈ വിഷയത്തിൽ 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം പാരമ്പര്യം അഹ്ലുസ് സുന്നത്തിന്റെ ഉലമാക്കൾ എന്തു നിലപാട് സ്വീകരിച്ചു എന്ന് നോക്കണം. അഹ്ലുസ് സുന്നത്തിന്റെ ഉലമാക്കളെ നിലപാട് എന്താണ്? സ്വഹാബത്ത് മുതൽ താബിഉകൾ മുതൽ തബഉ താബിഉകൾ മുതൽ 13.5 നൂറ്റാണ്ട് കാലം മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാകുന്നത് വരേക്കുമുള്ള മുസ്ലിമീങ്ങളുടെ പാരമ്പര്യം എടുത്തു പരതിയാൽ
റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെ കാണാൻ കഴിയില്ല. എന്നല്ല, ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിത മഹത്തുക്കൾ മുഴുക്കയും ആരംഭ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചവരാണ്, ശഫാഅത്ത് തേടിയവരാണ്, തവസ്സുൽ ചെയ്തവരാണ്, അത് ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചവരാണ്. അത് ശിർക്കാണ്, കുഫ്റാണെന്ന് പറഞ്ഞ ഒരൊറ്റ പണ്ഡിതനെ കാണാൻ കഴിയില്ല. മുജാഹിദിന്റെ നേതാവ് ഇബ്നു തൈമിയയെയും ശിങ്കിടികളെയും അല്ലാതെ ലോകത്തൊരാളെയും കാണാൻ കഴിയില്ല. ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങൾ എന്റെ കയ്യിലുണ്ട്. ഒന്നല്ല രണ്ടല്ല, 100 എനിക്ക് നിന്നിടത്തുനിന്ന് പറയാൻ കഴിയും. ഇമാമുകൾ, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, സ്വഹാബത്ത്, താബിഉകൾ, പൂർവീകർ. നിങ്ങൾക്കറിയില്ലേ, മദ്ഹബിന്റെ ഇമാമുകളിൽ ഒന്നാമത്തെ ഇമാമാണ് മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി, ഹനഫി മദ്ഹബിന്റെ ഇമാം. സ്വഹാബികളിൽ നിരവധി ആളുകളെ നേരിൽ കണ്ട മഹാത്മാവ്. നോക്കണം നിങ്ങൾ, ആ മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങള് ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം തേടുന്നു. നോക്കണേ നിങ്ങൾ, ഹിജ്റ 100 വർഷം റസൂലുള്ള വഫാത്തായിട്ട് 100 വർഷം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹിനെ വിളിച്ച് തേടുന്നു. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഅ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ. ഞാൻ അങ്ങയുടെ പൊരുത്തം കാക്ഷിക്കുന്നു നബിയേ. എനിക്ക് അങ്ങയുടെ സംരക്ഷണം ഉണ്ടായിരിക്കണേ നബിയേ. വഫാത്തായി 100 വർഷം പിന്നിട്ട ശേഷം ആരംഭ റസൂലിനെ വിളിച്ചുകൊണ്ട് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങള് റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു.